കൊച്ചി മംഗളപുരം പക്ഷി സങ്കേതത്തിൽ കണ്ടെത്തിയത് തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹമാണെന്ന് പോലീസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി കെട്ടിടത്തിന്റെ ഗേറ്റിന് മുകളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി ചേരുന്നു. ലിഡിയ, എന്താണ് പോലീസ് പറയുന്നത്? അജിൻസ്, പോലീസ് പറയുന്നതനുസരിച്ച് ഈ മരിച്ചയാൾ തമിഴ്നാട് സ്വദേശിയാണ്. ഒപ്പം ഇയാൾ ഈ വഴിയിൽ കൂടി, മംഗളവലത്തിന്റെ വഴിയിൽ കൂടി മദ്യപിച്ച് നടക്കാറുണ്ടായിരുന്നു. സ്ഥിരമായി ഇതിലെ നടക്കാറുണ്ടായിരുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട് സ്വദേശിയാണ് ആള്. പേരോ വിവരങ്ങളോ കാര്യങ്ങളൊന്നും നിലവിൽ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഗേറ്റിന്റെ മുകളിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഗേറ്റിന്റെ മുകളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പോലീസ് എത്തി പരിശോധനകളെല്ലാം പൂർത്തിയാക്കി, ഇൻക്വസ്റ്റും കാര്യങ്ങളുമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫോറൻസിക് എത്തി ബാക്കി നടപടികൾ കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഗേറ്റിന് മുകളിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ആദ്യം കണ്ടത് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി കെട്ടിടത്തിന്റെ ഗേറ്റാണിത്. അതിന് മുകളിൽ മദ്യപിച്ച് മുകളിൽ കയറാൻ ശ്രമിക്കവേ ആണ് ഇത്തരത്തിൽ കാൽ വഴുതി ഇതിന് മുകളിൽ കുടുങ്ങിയതാകാം, അല്ലെങ്കിൽ കമ്പി തറച്ചതാകാം എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അത്തരത്തിലാണ് പോലീസ് നിലവിലുള്ള പരിശോധനയ്ക്ക് ശേഷം പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ്, മറ്റ് ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. ഈ ഗേറ്റിന്റെ മുകളിൽ ഇവിടെയായിട്ടാണ്, ഏകദേശം ഒരു നടുഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ മൃതദേഹം തൂങ്ങിയ നിലയിൽ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് പോലീസ് ആദ്യം ദുരൂഹതയുണ്ട് അല്ലെങ്കിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും എന്നാൽ പിന്നീടുള്ള പരിശോധനയിൽ പോലീസ് പരിശോധനയ്ക്ക് ശേഷം പറയുന്നത് ഇയാൾ മദ്യപിച്ച് ഇതിന് മുകളിൽ കയറി അതിനുശേഷം ഇതിൽ അബദ്ധത്തിൽ വീണതാകാം, അല്ലെങ്കിൽ കമ്പിയിൽ അബദ്ധത്തിൽ കുരുങ്ങിയതാകാം എന്നാണ് പോലീസ് പറയുന്ന നിഗമനം. ഇതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. മറ്റ് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇൻക്വസ്റ്റും നടപടികളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം വിരലടയാള വിദഗ്ധരടക്കം എത്തി പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലിഡിയ, ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത്? അജിംസ, ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. അതായത് ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചു. ഒപ്പം ആദ്യം തന്നെ പോലീസും ഫയർഫോഴ്സുമാണ് ആദ്യം ഇങ്ങോട്ടേക്ക് എത്തിയത്. അവർ ആദ്യത്തെ ഒരു പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി ശേഷം ഫോറൻസിക് വിദഗ്ധരെത്തി മൃതദേഹം കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധിച്ചു. അതിനുശേഷമാണ് മൃതദേഹം താഴെ ഇറക്കി, അതായത് ഗേറ്റിന് മുകളിൽ കമ്പിയിൽ ഒരു തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ശേഷം ഈ മൃതദേഹം താഴേക്കിറക്കി മറ്റ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്.